യൂറോപ്യന്മാരുടെ സംഭാവനകൾ. പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ഗോവ. കേരളത്തിൽ അച്ചടി നടപ്പാക്കിയത് പോർച്ചുഗീസുകാരാണ്. 1577. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ. കൊച്ചി, വൈപ്പിൻ. ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ പോർച്ചുഗീസുകാർ മതപഠനത്തിലുള്ള സെമിനാരികളും കലാശാലകളും സ്ഥാപിച്ചത്. കൊച്ചി, കൊടുങ്ങല്ലൂർ, അങ്കമാലി, വൈപ്പിൻകോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് കൊച്ചിയിൽ. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാർ. കേരളത്തിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചു. കശുമാവ്, കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, പേരയ്ക്ക, ആത്തിക്ക, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്നു. ക്രിസ്തീയ കലാരൂപങ്ങളായ ചവിട്ട് നാടകം, മാർഗംകളി എന്നിവ ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തി. പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകൾ. പള്ളിപ്പുറം കോട്ട കൊച്ചി, സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ, കോട്ടപ്പുറം കോട്ട തൃശൂർ. 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഡച്ച് കൊട്ടാരം. ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേര് മട്ടാഞ്ചേരി കൊട്ടാരം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി, കൊല്ലം. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാശൈലി ഗോത്തിക് ശൈലി. ഇന്ത്യയിൽ ഗോത്തിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളികൾ. സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധകേന്ദ്രം മിഷ്കൽ പള്ളി. 1513 നിർമ്മിച്ച കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകം ദേവമാതാ കത്തീഡ്രൽ. പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങൾ: മേസ്തിരി, ചാവി, വികാരി, ബെഞ്ച്, ചായ, കൊന്ത, റാൻഡൽ, ജനൽ, മുറം, പതക്കം, ഫാക്ടറി. മേശ, കസേര, കുശിനി, വരാന്ത, വാതിൽ, അലമാര, അൾത്താര, സെമിത്തേരി, ലേലം, കപ്പിത്താൻ, കുരിശ്, ഡെസ്ക്, ദോശ, കുമ്പസാരം, ഗോഡൌൺ.